CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും വിമർശനം. മന്ത്രി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ വന്നത് പ്രയോജനം ചെയ്തില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം ഉയർന്നു. ജെയിനിസ് രാജ് വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. വലിയ വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്. മന്ത്രി എന്നുള്ള തരത്തിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് മോത്തി. വലിയ വിമർശനമാണ് ഇടുക്കി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി നടന്ന ചർച്ചയിലൊക്കെ ഉയരുന്നത്. പ്രധാനമായും ആഭ്യന്തര വകുപ്പിനെതിരെയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും MP രാജേഷിനെതിരെയും റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർക്ക് എതിരെയൊക്കെയുമാണ് വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. വനം വകുപ്പിനും റവന്യൂ വകുപ്പിനും എതിരെയുള്ള വിമർശനം സംബന്ധിച്ച വാർത്തകൾ നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. ഇന്ന് നമുക്ക് പുതുതായി പറയാനുള്ളത് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയുള്ള വിമർശനമാണ്. കടുത്ത ഭാഷയിലാണ് റോഷി അഗസ്റ്റിനെതിരെയുള്ള വിമർശനം സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചത്. പ്രധാനമായും വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിട്ടും അതിന്റെ ഒരു ഗുണം ഈ പ്രദേശത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. നേരത്തെ MM മണി മന്ത്രിയായിരുന്നു. ആ സമയത്ത് ഉടുമ്പൻചോലയിൽ ഉണ്ടായ വികസനങ്ങൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സമ്മേളന പ്രതിനിധികൾ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വെള്ളയും ഇട്ട് നടന്നാൽ പോരാ എന്ന തരത്തിൽ പോലും വിമർശനങ്ങൾ ഉണ്ടായി. കാര്യമായിട്ടുള്ള ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിമർശനം ഉയരുന്നത്. മറ്റൊന്ന് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനമാണ്. ഇടതു മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം വന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കാര്യമായ ഗുണം ഇടതു മുന്നണിക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു വിമർശനം ഉയർന്നു. അത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലും അത്തരം സമാനമായിട്ടുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. മറ്റൊരു വിമർശനം ഉയർന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. സംസ്ഥാനത്ത് മുഴുവൻ ആഭ്യന്തര വകുപ്പിനെതിരെ CPM ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ച ഇടുക്കിയിലും ഉണ്ടായി. പോലീസ് സ്റ്റേഷനുകളുടെയും പോലീസുകാരുടെയും പ്രവർത്തനം സംബന്ധിച്ച് ആക്ഷേപമാണ് പ്രധാനമായും സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണെന്ന വിമർശനം ഉയർന്നു. അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടൽ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. വനം വകുപ്പിനെതിരെയും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിനെതിരെയും അതിശക്തമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നത്. സഭാ നേതൃത്വത്തെ ഇടതുമുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അകറ്റിയത് ഈ രണ്ട് വകുപ്പുകളുടെ ഇടപെടലാണ് എന്നുള്ളതാണ്. പ്രവർത്തനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആകെത്തുകയായി പറയാമെന്ന് തോന്നുന്നു. സമ്മേളനത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളിൽ ജെയിനിസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.